പടക്കളം അധ്യായം 35. എസ് ഐ സക്കറിയാസിന്റെ കാൽവിരൽ മുതൽ ഒരു പെരുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി. എന്താ സക്കറിയാസ് സാറേ? ഒതുക്കാൻ കാത്തിരുന്ന കക്ഷി നേരിട്ട് മുന്നിൽ ഹാജരായപ്പോൾ ഒരു താങ്ക്സെങ്കിലും പറയുകയല്ലേ വേണ്ടത്? യദുരാമൻ ചിരിച്ചു. സക്കറിയാസിന്റെ ഭാര്യ കാര്യം മനസ്സിലാകാതെ സക്കറിയാസിനെ പകച്ചു നോക്കി. താങ്ക്സല്ലടാ. അയാളുടെ നാവിൽ വന്നത് ഒരു പുഴുത്ത തെറിയാണ്. ഭാര്യ നിൽക്കുന്നതിനാൽ അയാൾ അത് കടിച്ചു വിഴുങ്ങി. ആ സ്ത്രീയാകട്ടെ ഒന്നും മനസ്സിലാക്കാതെ ഇരുവരെയും മാറി മാറി നോക്കുകയാണ്. മണപ്പള്ളി കവലയിൽ വെച്ച് ഉണ്ടായ പരാജയത്തിന് കണക്ക് തീർക്കുവാൻ പുകയുകയായിരുന്നു സക്കറിയാസിന്റെ മനസ്സ്. ഇവിടെ നിന്നും ഒരു ജേതാവായി ഇവൻ തിരിച്ചു പോയിക്കൂടാ. നീ പറഞ്ഞത് സത്യം തന്നെയാ. നിന്നെ തേടി ഞാൻ അങ്ങോട്ട് വരാൻ ഭാവിക്കുകയായിരുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? യദുരാമൻ നെറ്റിച്ചുളിച്ചു. വകുപ്പിനാണോടാ എനിക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ തന്നെ നീ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി. ഇതുതന്നെ ധാരാളം. സക്കറിയാസിന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. വകുപ്പും കോപ്പുമൊക്കെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഞാൻ നിന്ന് തന്നെങ്കിലല്ലേ? പറയാൻ വന്നത് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. യദുരാമൻ പറഞ്ഞു തീരും മുമ്പ് ഒരു കുതിപ്പായിരുന്നു സക്കറിയാസ്. അത്ര വേഗമൊരു നീക്കം യദുരാമൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. യദുരാമന് അനങ്ങാൻ കഴിയും മുമ്പ് അവന്റെ കവിളടക്കം അടി വീണു. ഒപ്പം ശക്തിയിൽ വലത് കൈ പിന്നോട്ട് പിടിച്ചു തിരിച്ച് പുറത്തേക്കമർത്തുകയും ചെയ്തു അയാൾ. ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് ഇവന്റെ കാലുകൾ കൊട്ടിക്കെട്ടടി, സക്കറിയാസ് വിളിച്ചു പറഞ്ഞു. അടുത്ത ക്ഷണം യദുരാമൻ വെട്ടിത്തിരിഞ്ഞു. പിന്നെ തലകൊണ്ട് സക്കറിയാസിന്റെ നെറ്റി തീർത്ത് ഒറ്റയിടി. അമ്മേ! തലയോട് പൊട്ടിപ്പിളരുന്നത് പോലെ ഒരു നിലവിളി അയാളിൽ നിന്നുണ്ടായി. സക്കറിയാസിന്റെ പിടി അയഞ്ഞു. യദുരാമൻ മിന്നൽ പോലെ കുതിച്ചുയർന്നു. പിന്നെ സക്കറിയാസിന്റെ നെഞ്ചിലേക്ക് പറന്നു വീണു. ഇടത് കൈ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. കൂടം പോലെ വലത് മുഷ്ടി മുന്നോട്ട് നീട്ടി ഒറ്റയിടി. സക്കറിയാസിന്റെ മൂക്കിൽ നിന്ന് ഒരു ചുവന്ന വര പോലെ ചോര ഒലിച്ചിറങ്ങി. ഇടുപ്പിൽ നിന്ന് യദുരാമൻ ഒരു കത്തിയെടുത്ത് സക്കറിയാസിന്റെ തൊണ്ടക്കുഴിയിൽ അത് അമർത്തിക്കൊണ്ട് യദുരാമൻ മുരണ്ടു. ഞാനൊരു പൂള് പൂളിയാൽ ആ സെക്കൻഡിൽ നിന്റെ ആപ്പീസ് പൂട്ടും. കാണണോടാ? വേണ്ട, സക്കറിയാസ് പേടിയോടെ പറഞ്ഞു. അകത്തു നിന്നും കയറുമായി ഓടിവന്ന സക്കറിയാസിന്റെ ഭാര്യ ഗ്രേസി കാണുന്നത് ഈ കാഴ്ചയാണ്. എടാ! അവർ കയർ കൊണ്ട് അവനെ അടിക്കാനോങ്ങി. ചി, മര്യാദയ്ക്ക് നിന്നോ പെമ്പറന്നോരെ! അവൻ അലറി. അല്ലെങ്കിൽ നിങ്ങളെയും ഇയാളെയും ഈ കയറിൽ കെട്ടിത്തൂക്കും ഞാൻ. ഗ്രേസി ദയനീയമായി ഭർത്താവിനെ നോക്കി. അയാൾ പരാജയം സമ്മതിച്ചു കഴിഞ്ഞെന്ന് അവൾക്കുറപ്പായി. മര്യാദയെങ്കിൽ മര്യാദ. സക്കറിയാസിന്റെ കഴുത്തിലെ പിടിവിട്ട് യദുരാമൻ എണീറ്റു. അതല്ല, ഏതെങ്കിലും പന്ന റാസ്കൽസിന്റെ വാക്കുകൾ കേട്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവ് വേറെ വേണ്ടി വരും. അകത്ത് കിടന്നുറങ്ങുന്ന കൊച്ചുങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ മാത്രമേ അപ്പൻ കാണൂ. സക്കറിയാസ് മിണ്ടിയില്ല. ഇവിടെ നടന്നത് നമ്മൾ 3 പേരല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. എഴുന്നേറ്റ് ആ കസേരയിലിരിക്കെ. തൽക്കാലം അവനെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് സക്കറിയാസിനും തോന്നി. അയാൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ യദുരാമൻ ഗ്രേസിയെ നോക്കി. നിങ്ങൾ അകത്തേക്ക് പോ. പക്ഷേ അവർ ശങ്കിച്ചു നിന്നു. പോകുവാൻ സക്കറിയാസ് ആംഗ്യം കാണിച്ചു. അതോടെ അവൾ പോയി. എസ് ഐക്കെതിരെ യദുരാമൻ ഇരുന്നു. മാന്യമായിട്ടൊരു കാര്യം പറഞ്ഞേച്ച് പോകാൻ വന്നതാ ഞാൻ. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്ന ചിലരുണ്ടല്ലോ. എന്റെ എല്ലാ നാശത്തിനും കാരണക്കാർ അവരാ. ആ കഥയൊന്നും പറയാൻ ഇപ്പോൾ എനിക്ക് നേരമില്ല. പക്ഷേ ഒന്ന് മാത്രം പറയാം. എന്റെയോ എന്റെ വീട്ടിലുണ്ടായിരുന്ന ആരുടെയെങ്കിലുമോ അനുവാദമില്ലാതെ എന്റെ വീട് പാർട്ടി ഓഫീസ് ആക്കിയിരിക്കുകയാ. നാളെ ഉച്ച കഴിയുമ്പം പാർട്ടിക്കാര് കയ്യേറിയ എന്റെ വീട് ഞാൻ ഒഴിപ്പിക്കും. അവന്മാർ അത് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ വലിച്ച് പുറത്തെറിയും. അപ്പോൾ ന്യായം പറയാൻ അങ്ങോട്ട് വന്നേക്കരുത്. സക്കറിയാസ് ഉമിനീരിറക്കി. സാറ് എന്ത് പറയുന്നു? ഞാൻ വരത്തില്ല. വരരുത്. അവൻ എഴുന്നേറ്റു. ഇവിടെ വെച്ച് ഇങ്ങനെയൊരു സീൻ ഉണ്ടായതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ സാറാണ് അതുണ്ടാക്കിയത്. ഇനി ഇങ്ങനെയൊരു സീനിന് സാറ് ഇടവരുത്തരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിലവിളിക്കാൻ പോലും ആവാതെ നിൽക്കുന്ന സക്കറിയാസിന്റെ ഭാര്യയെ ഒന്ന് നോക്കിയിട്ട് യദുരാമൻ പുറത്തേക്കിറങ്ങി. ഇരുളിലൂടെ നടക്കുമ്പോൾ യദുരാമന് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഏതായാലും ഈ രാത്രി പോലീസ് എന്നെ തേടി വരില്ല. സക്കറിയാസ് ശരിക്കും ഭയന്നിട്ടുണ്ട്. ടൗണിൽ ഒരിടത്തരം ലോഡ്ജിൽ അവൻ മുറിയെടുത്തിരുന്നു. അവിടെ എത്തി കുളിച്ച് വേഷം മാറി. പിന്നെ ഫാനിന്റെ വേഗം കൂട്ടിയിട്ട് കിടക്കയിൽ ചരിഞ്ഞു കിടന്നു. പെട്ടെന്ന് അവൻ റഷീദിനെ കുറിച്ചോർത്തു. അവൻ എവിടെയായിരിക്കും? റഷീദിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ആക്രമിക്കാൻ തങ്ങളെ വളഞ്ഞത് യദുരാമൻ ഓർത്തു. ഘോരമായ ഏറ്റുമുട്ടൽ. അതിനിടെ റോഡിൽ വന്നു നിന്നിരുന്ന സുമോയിൽ നിന്ന് ഏതാനും പേർ കൂടി പാഞ്ഞു വന്നു. അവർ ശത്രുക്കളോ മിത്രങ്ങളോ എന്ന് തീർച്ചയില്ലായിരുന്നു.
ഏതായാലും സംഘട്ടനത്തിൽ അവരും പങ്കുചേർന്നു. അവസാനം ഇരുട്ടിനെ മറയാക്കി റഷീദ് തന്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി. ഒരു ഭാഗത്തെത്തിയപ്പോൾ നിന്നു കിതപ്പോടെ. അവൻ ഇത്രയും കൂടി പറഞ്ഞു, വേഗം പൊയ്ക്കോ യദു, അവർക്ക് പിടികൊടുക്കരുത്, നിന്നെ കൊല്ലും. എല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം ഞാൻ. എന്റെ ഉമ്മ, ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരെയെല്ലാം രക്ഷിക്കണം എനിക്ക്. തനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും ഇരുളിലൂടെ ആരൊക്കെയോ ഓടിയടുക്കുന്നതിന്റെ കാലൊച്ച കേട്ടു. പൊയ്ക്കോ എന്ന് പറഞ്ഞ് തന്നെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് അവൻ ഓടിപ്പോയി. അവരുടെ കയ്യിലെങ്ങാനും അവൻ പെട്ടുപോയോ? യദുരാമൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. രാത്രി പോയി. യദുരാമനെ ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞെന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് SI സക്രിയാസ് ഗോപിനാഥിനോടും വാവച്ചനോടും ഫോണിലൂടെ പറഞ്ഞത്. സംഗതി കുഴപ്പമാകുമോ വാവച്ച? ഗോപിനാഥ് സംശയത്തോടെ തിരക്കി. പാർട്ടി ഓഫീസ് അവിടെ നിന്നും മാറ്റേണ്ടി വന്നാൽ നമ്മൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. വാവച്ചന്റെ വീട്ടിലായിരുന്നു ഇരുവരും. അങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. നമ്മുടെ പാർട്ടിക്കാരെ അവിടെ കാവൽ നിർത്തണം. അല്ല പിന്നെ. ന്യായം അവന്റെ ഭാഗത്താണെങ്കിലും പോലീസ് നമ്മുടെ കൂടെയല്ലേ നിൽക്കൂ. അക്കാര്യത്തിൽ മാത്രമായിരുന്നു ഗോപിനാഥനും ആശ്വാസം. പക്ഷേ ഒരു കൃത്രിമ വാടക ചീട്ടെങ്കിലും നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടതായിരുന്നു. ആ നേരത്ത് ഫോൺ ശബ്ദിച്ചു. വാവച്ചൻ റിസീവർ എടുത്തു. ഹലോ, ഞാനാ വാവച്ചൻ സാറേ. വാർഡ് കമ്മിറ്റി മെമ്പറുടെ ശബ്ദം. പാർട്ടി ഓഫീസിലാ. ഇപ്പൊ തന്നെ ആളുകൾ അങ്ങുമെങ്ങും വന്ന് നോക്കി നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ യദുരാമൻ ഇങ്ങോട്ട് വന്നാൽ എന്താ, അടിച്ച് ശരിയാക്കിയേര്. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അപ്പുറത്ത് മൗനം. എന്താടോ, പേടിയാണോ? അതൊന്നുമില്ല. താൻ നോക്കിയാൽ നമ്മുടെ കുറെ ആളുകളെ കിട്ടത്തില്ലേ? കിട്ടും. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. വേണ്ട. ദേഷ്യത്തോടെ വാവച്ചൻ ഫോൺ ക്രാഡിലേക്കിട്ടു. പിന്നെ അപ്പോൾ തന്നെ സക്കറിയാസിനെ വിളിച്ച് വിവരം പറഞ്ഞു. ഫോൺ വെച്ചിട്ട് സക്കറിയാസ് ചിന്തിച്ചിരുന്നു. ഭരിക്കുന്ന പാർട്ടിക്കാർ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? യദുരാമനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോക്കാൻ തനിക്കറിയാം. കിട്ടിയില്ലെങ്കിൽ? ആ ചിന്തയിൽ പോലും സക്കറിയാസ് ഒന്ന് കിടുങ്ങി. പക്ഷേ മണപ്പള്ളിക്ക് പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. യദുരാമന്റെ വീടായ പാർട്ടി ഓഫീസിലെത്തുമ്പോൾ കുറെ പാർട്ടിക്കാർ മുറ്റത്തിരുന്ന് കൊടി കമ്പിൽ കെട്ടുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ സക്കറിയാസിന് കാര്യം പിടികിട്ടി. കൊടിക്കമ്പുകളല്ല അവ, കുറുവടികളാണ്. യദുരാമനെ നേരിടാൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. അയാൾക്ക് ആശ്വാസം തോന്നി. ചുറ്റുമുള്ള പറമ്പുകളിലും റോഡിലുമൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. ഉച്ചയോടുകൂടി മണപ്പള്ളിയിലെ കടകൾ മിക്കതും അടഞ്ഞു തുടങ്ങി. നാട്ടുകാരിൽ ഭൂരിഭാഗവും പാർട്ടി ഓഫീസിന്റെ പരിസരത്തുണ്ട്. എന്തെങ്കിലും നടക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഓരോ വാഹനം ആ വഴി വരുമ്പോഴും ആളുകൾ എത്തിനോക്കും. അതിൽ യദുരാമനുണ്ടോ? ഇന്നലെ കാണാത്തവർക്ക് ഇന്ന് യദുരാമനെ കാണണം. ഇന്നിവിടെ എന്തു നടക്കുമെന്ന് അറിയണം. അടി ഉറപ്പാ. ഓട്ടോയിലിരുന്ന ഗ്രഹപ്പിഴ തങ്കപ്പൻ പറഞ്ഞു. കൂടെ വാറുവാസവും ഉണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഇവര് ഇക്കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. അവന്റെ വീടങ്ങ് ഒഴിഞ്ഞു കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ തന്നെ മണപ്പള്ളിയിലെ രാഷ്ട്രീയക്കാര് എന്നതാ വാസുവേ നല്ലത് ചെയ്തിട്ടുള്ളത്? പിന്നെ അവന്മാരെ പേടിച്ച് ആരും മിണ്ടുന്നില്ലെന്നേയുള്ളൂ. മിണ്ടാതിരിക്കുന്നതാ ഏറ്റവും വലിയ തെറ്റ്. ഏതായാലും താൻ പതുക്കെ പറ. അപ്പോൾ പാർട്ടി ഓഫീസിലെ ഫോൺ ശബ്ദിച്ചു. വാർഡ് കമ്മിറ്റി മെമ്പർ മോനായിയാണ് അറ്റൻഡ് ചെയ്തത്. അയാൾ വേഗം പുറത്തു വന്ന് ജീപ്പിനരികിൽ നിൽക്കുന്ന SI സക്കറിയാസിനോട് പറഞ്ഞു. സാറിനൊരു ഫോൺ. ആരാടോ? അയാൾ നെറ്റി ചുളിച്ചു. പേര് പറഞ്ഞില്ല. സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് വേണമെന്ന് പറഞ്ഞു. സംശയത്തോടെയാണ് സക്കറിയാസ് ചെന്ന് റിസീവർ എടുത്തത്. യെസ്, ഞാനാ സാറേ, യദുരാമൻ. എന്താടാ? ഇന്നലെ ഞാൻ പറഞ്ഞത് സാറ് മറന്നുപോയി അല്ലേ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അടുത്ത് ആളുള്ളതിനാൽ SIക്ക് ഒന്നും വിട്ടു പറയാൻ കഴിയുന്നില്ല. സാറിനെ തെറ്റിദ്ധരിച്ചതാ. അവൻ ചിരിക്കുന്നു. പിന്നെ ഞാനങ്ങെത്തും ഉടനെ. അതിനു മുമ്പ് സാറ് വീട്ടിലേക്കൊന്ന് വിളിച്ച് ഭാര്യയുമായിട്ടൊന്ന് സംസാരിക്കണം. ഫോൺ കട്ടായി. അരനിമിഷം കൊണ്ട് സക്കറിയാസിന് പന്തികേട് മണത്തു. അയാൾ വീട്ടിലേക്ക് വിളിച്ചു. കാത്തിരുന്നത് പോലെ ഗ്രേസി ഫോണെടുത്തു. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? അയാൾ തിടുക്കത്തിൽ തിരക്കി. ഒറ്റ കരച്ചിലായിരുന്നു മറുപടി. സക്കറിയാസ് പതറിപ്പോയി. എന്താടി, എന്തുപറ്റി? നിങ്ങള് അവിടെ നിന്ന് പോര്, അല്ലെങ്കിൽ... പിന്നെ കേട്ടത് ഒരു പുരുഷ ശബ്ദം. അല്ലെങ്കിൽ തന്റെ ഭാര്യയെ ഞങ്ങള് കത്തിക്കും. കന്നാസിൽ പെട്രോളുമായിട്ട് ചുറ്റും നിൽക്കുകയാ ഞങ്ങള്. ആരാടാ നീ? പറഞ്ഞാൽ സാറ് അറിയത്തില്ല. സാറിന്റെ തന്തയാ, ഒറിജിനൽ തന്ത. എടാ, ചുമ്മാ കിടന്നലറല്ലേ സാറേ. യദുരാമനെ പോലീസ് തൊട്ടാൽ ഇവിടെ ഗ്രേസി ചേച്ചി ചൂട്ടുപോലെ എരിയും, ഓർത്തോ. ഫോൺ കട്ടായി. നിമിഷത്തിനുള്ളിൽ സക്കറിയാസ് വിയർപ്പിൽ കുളിച്ചു. യൂണിഫോം ശരീരത്തിൽ നനഞ്ഞൊട്ടി.
പൊടുന്നനെ പുറത്ത് ഒരാരവം കേട്ടു. സക്രിയാസ് തിടുക്കത്തിൽ വാതിലിനരികിലേക്ക് വന്നു. പാർട്ടി ഓഫീസിന്റെ ഗേറ്റിന് മുമ്പിൽ നിർത്തിയ ഓട്ടോറിക്ഷയിൽ നിന്ന് യദുരാമൻ ഇറങ്ങുന്നു. പരിസരം അപ്പാടെ കണ്ണുകളിലേക്കൊന്ന് ആവാഹിച്ചിട്ട് അവൻ ഒരു കാൽ മുമ്പോട്ട് വെച്ചു. പാർട്ടി ഓഫീസിനുള്ളിൽ നിന്ന് ആയുധങ്ങൾ വലിച്ചെടുക്കുന്ന ശബ്ദം സക്കറിയാസ് കേട്ടു. അധ്യായം 36. യദുരാമൻ മുന്നോട്ട് വന്നു. പാർട്ടി ഓഫീസിലിരുന്ന പ്രാദേശിക നേതാവ് മോനായി അറിയാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. യദുരാമൻ ചിരിച്ചു. അല്ല, ഓഫീസ് ഇവിടുന്ന് മാറ്റിയില്ലേ? മാറ്റാൻ ഞങ്ങൾക്ക് മനസ്സിലടാ. പുറത്ത് അത്രയും പേരുണ്ടെന്ന ധൈര്യത്തിൽ മോനായി പറഞ്ഞു. ജീവൻ വേണമെങ്കിൽ മടങ്ങിപ്പോടാ. യദുരാമന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അപ്പോഴേക്കും കുറുവടുകളിൽ കെട്ടിയ കൊടിയുമായി പാർട്ടിക്കാർ മുന്നോട്ടടുത്തു. ഞൊടിയിടയിൽ അവർ അവനു മുന്നിൽ വാതിൽക്കൽ ഒരു മറ തീർത്തു. എന്താ സുഹൃത്തുക്കളെ, കൊടികെട്ടാൻ ഇത്തരം കമ്പുകളാണോ ഉപയോഗിക്കുന്നത്? ചിരിച്ചുകൊണ്ട് യദുരാമൻ തിരക്കി. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. തൽക്കാലം ചേട്ടൻ പോകാൻ നോക്കിയാട്ടെ. ഒരുവൻ നിവർന്നു നിന്ന് പറഞ്ഞു. ഇതെന്റെ വീടാ, ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാൻ? യദുരാമൻ അകത്തേക്ക് തള്ളിക്കയറി. പക്ഷേ അവർ തടഞ്ഞു. ഉന്തും തള്ളുമായി. അതിനിടെ പിന്നിൽ ഒരു ചലനമറിഞ്ഞ് യദുരാമൻ തെന്നിമാറി. തൊട്ടു മുന്നിൽ നിന്നിരുന്നവന്റെ തലയ്ക്കാണ് കുറുവടി കൊണ്ടുള്ള അടിയേറ്റത്. അയ്യോ, അവൻ അലറിക്കരഞ്ഞു. തനിക്ക് ലക്ഷ്യം തെറ്റിയതറിഞ്ഞ് പിന്നിൽ നിന്നടിച്ചവൻ പതറി നിൽക്കുമ്പോൾ യദുരാമൻ ആ വടി പിടിച്ചു വാങ്ങി വീശിയടിച്ചു. പാർട്ടിക്കാർ ചിതറി. യദുരാമന്റെ കയ്യിൽ കൊടികെട്ടിയ കുറുവടി പമ്പരം പോലെ കറങ്ങി. ആർക്കും അവനോട് അടുക്കാനായില്ല. അവൻ കലിമൂത്ത ഒരു അസുരനെ പോലെ പാർട്ടിക്കാരെ ഓടിച്ചിട്ടടിച്ചു. എസ്.ഐ. സക്കറിയാസ് എന്തു ചെയ്യണമെന്നറിയാതെ ആ കാഴ്ച നോക്കി നിന്നു. സാറേ, എന്തെങ്കിലും ചെയ്യണ്ടേ? പോലീസുകാർ ആ മുഖത്തേക്ക് നോക്കി. ഇവനെ സ്വന്തം വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയുവാൻ പാർട്ടിക്കാർക്ക് എന്താടോ അവകാശം? എസ്.ഐയുടെ മനംമാറ്റത്തിന് കാരണം പോലീസുകാർക്ക് പിടികിട്ടിയില്ല. സംഘട്ടനം കൊഴുത്തു. പാർട്ടിക്കാർക്ക് ആ ഒറ്റയാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. കൊള്ളാമട മോനെ, കലക്കി. ഓട്ടോയിൽ നിന്നും ചാടിയിറങ്ങിയ ഗ്രഹപ്പിഴ തങ്കപ്പൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൈയടിച്ചു. അയാളെ ആളുകൾ തുറച്ചു നോക്കി. മണപ്പള്ളിയിലെ ആദ്യത്തെ സംഭവം. പക്ഷേ തങ്കപ്പൻ മറ്റെല്ലാം മറന്നു പോയിരുന്നു. വാറുവാസവും ഒപ്പം കൂടി. അടിച്ചു പൊടിക്കട യദുരാമ അവന്മാരെ. വർഷങ്ങളായി മണപ്പള്ളി രാഷ്ട്രീയത്തോട് ഉള്ളിൽ അടക്കി വെച്ചിരുന്ന വെറുപ്പ് പുറത്തു വരികയായിരുന്നു. അടിക്കട, അടിക്ക്. നാട്ടുകാരിൽ പലരും കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചു. അനുനിമിഷം പ്രോത്സാഹനം കൂടി വന്നു. നിമിഷത്തിനുള്ളിൽ ആ ഒറ്റയാൻ എല്ലാവരെയും നിലംപരിശാക്കി. പിന്നെ മോനായിയെ വലിച്ച് മുറ്റത്തേക്കെറിഞ്ഞു. മോനായി ഓടി സക്കറിയാസിന്റെ അടുത്തെത്തി. കണ്ടില്ലേ സാറേ, അവൻ കാണിക്കുന്ന അതിക്രമങ്ങള്. അറസ്റ്റ് ചെയ്യൂ സാറേ. അവനേക്കാൾ മുമ്പേ അതിക്രമങ്ങൾ കാണിച്ചു തുടങ്ങിയത് നിങ്ങളല്ലേ? എസ്.ഐയുടെ ചോദ്യം കേട്ടപ്പോൾ മോനായി പതറി. കെട്ടിടത്തിനുള്ളിൽ നിന്ന് പാർട്ടിക്കാരുടെ ഫർണിച്ചറുകളും കൊടികളും ഫോട്ടോകളും ഫയലുകളുമൊക്കെ മുറ്റത്തേക്ക് തെറിച്ചു വീണുകൊണ്ടിരുന്നു. ഒന്നും അവശേഷിക്കാതെ യദുരാമൻ സകലതും വാരി മുറ്റത്തിട്ടു. അത് കണ്ട് ജനം ആർപ്പ് വിളിച്ചു. യദുരാമൻ ഇനി കെട്ടിടത്തിനുള്ളിൽ ഒന്നുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് പുറത്തെത്തി. അവന്റെ കണ്ണിൽ തറയിൽ കിടന്ന ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന നോട്ടീസ് തടഞ്ഞു. ഒരു ബീഡി എടുത്ത് ചുണ്ടത്ത് വെച്ചുകൊണ്ട് അവനതെടുത്തു. ബീഡിക്ക് തീ കൊളുത്തിക്കൊണ്ട് ആ നോട്ടീസിലേക്ക് തീ പിടിപ്പിച്ചു. പിന്നെ അത് താൻ വാരി പുറത്തിട്ട പാർട്ടിക്കാരുടെ സാധനങ്ങൾക്ക് അടിയിലേക്ക് വെച്ചു. കൊടികളിലും കടലാസുകളിലും ആദ്യം തീ പടർന്നു. പിന്നെ അത് ഫർണിച്ചറുകളിലേക്ക് വ്യാപിച്ചു. ക്രമേണ തീക്ക് കനം വെച്ചു. ഒരു പെട്രോൾ ടാങ്കിന് തീ പിടിച്ചതുപോലെ തീ ആകാശത്തേക്ക് ഉയർന്നു. ജനം വീർപ്പടക്കി. പോലീസും പാർട്ടിക്കാരും നിസ്സഹായരായി. തന്റെ വീടിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് അവൻ അവശേഷിച്ചിരുന്ന ഒന്നുകൂടി ഇളക്കി തീയിലേക്കിട്ടു. പാർട്ടി ഓഫീസിന്റെ ബോർഡ്. പിന്നെ വിളിച്ചു പറഞ്ഞു, ഇതെന്റെ വീടാ. ഇനി പാർട്ടി ഓഫീസെന്നോ പാർട്ടി കാര്യമെന്നോ പറഞ്ഞ് ഒരുത്തനെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തല്ലി കാലൊടിക്കും ഞാൻ. തലകുനിച്ച് റോഡിലേക്ക് നടന്നു മോനായി. ആളുകൾ അയാളെ കൂകി വിളിച്ചു. മോനായി രോഷം കടിച്ചൊതുക്കി. ഇനി തങ്ങൾക്ക് റോളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം മടങ്ങി. പാരവശ്യത്തോടെയാണ് എസ്.ഐ. സക്കറിയാസ് ക്വാർട്ടേഴ്സിൽ എത്തിയത്. വാതിൽക്കൽ തന്നെ അയാളെ പ്രതീക്ഷിച്ച് ഗ്രേസി ഉണ്ടായിരുന്നു. എന്താടി ഉണ്ടായത്? ജീപ്പിൽ നിന്നിറങ്ങിയ പാടെ അയാൾ തിരക്കി. ഒറ്റക്കരച്ചിലായിരുന്നു ഗ്രേസി. അതിനിടെ വാക്കുകൾ ചിതറി വീണു. വേണ്ട, നിങ്ങളിനി ആ യദുരാമന്റെ പിന്നാലെ പോകണ്ട. എനിക്ക് പേടിയാ. എന്നെയും പിള്ളേരെയും അവന്മാര് ചുട്ടുകൊല്ലും. അങ്ങനെ പേടിച്ചാലോ? ആരാ അവന്മാര്? അറിയത്തില്ല. 7-8 പേരുണ്ട്. കൊല്ലാനും ചാവാനും മടിക്കാത്തോര്. നിങ്ങൾക്ക് ഞാനും പിള്ളാരുമാണോ വലുത്? ആ രാഷ്ട്രീയക്കാരാണോ? സക്കറിയാസ് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ പുറത്ത് ഒരു വാഹനം വന്ന് ബ്രേക്കിടുന്ന ഒച്ച കേട്ടു. സക്കറിയാസ് എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. ഒരു അംബാസിഡർ കാർ.
അതിൽ നിന്നും പുറത്തേക്കിറങ്ങി തനിക്ക് നേരെ വരുന്ന MLA ഹരിലാൽ. അയാൾക്ക് പിന്നാലെ ഗോപിനാഥും വാവച്ചനും. കലിതുള്ളുന്ന ഭാവം. എന്താടോ ഇതൊക്കെ? ഞാനങ്ങ് തിരുവനന്തപുരത്തു നിന്നും ഈ ചെറിയ കാര്യത്തിനായി ഇവിടം വരെ പാഞ്ഞു വരണോ? ഹരിലാൽ ഒച്ചയുയർത്തി. ആ തെമ്മാടി തന്റെ മുന്നിൽ വെച്ചല്ലേ അത്രയും തോന്നിയാസങ്ങൾ കാണിച്ചത്. എന്നിട്ട് എന്തുകൊണ്ടവനെ അറസ്റ്റ് ചെയ്തില്ല? സാർ, ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, സക്കറിയാസ് പറഞ്ഞു. എന്റെ ഭാര്യയും മക്കളുമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. വ്യക്തമായ കാരണമില്ലാതെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സക്കറിയാസ് പൂർത്തിയാക്കും മുമ്പ് വാവച്ചൻ വെട്ടിത്തിരിഞ്ഞു. വരനടാ, എന്തു വേണമെന്ന് എനിക്കറിയാം. അവർ വന്ന കാർ വെട്ടിത്തിരിഞ്ഞു പോയി. യദുരാമൻ ഇൻസ്പെക്ടറെ കൈകാര്യം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്, മടക്കയാത്രക്കിടയിൽ ഗോപിനാഥ് പറഞ്ഞു. വാവച്ചൻ ഒന്ന് മോളി. ആ നേരത്ത് യദുരാമന്റെ വീട്ടുമുറ്റത്ത് തീ അണഞ്ഞു തുടങ്ങിയിരുന്നു. എങ്കിലും കാറ്റ് വീശുമ്പോൾ ചാരം ഇളകിപ്പറക്കുകയും കത്തിയെരിഞ്ഞ ഫർണിച്ചറുകളിൽ തീ തിളങ്ങുകയും ചെയ്തു. എല്ലാം നോക്കിക്കൊണ്ട് മാവിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു യദുരാമൻ. അവന്റെ അരികിൽ ഗ്രഹപ്പിഴ തങ്കപ്പനും വാറുവാസവും ഉൾപ്പെടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവന് പിന്തുണ പ്രഖ്യാപിച്ചതുപോലെ. സൂക്ഷിക്കണം യദു, അവന്മാര് അടങ്ങിയിരിക്കില്ല, വാറുവാസു പറഞ്ഞു. അതറിയാം. ഏതായാലും ഇനി ഓടി ഒളിക്കാനും ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ അനുഭവിക്കാനും തീരുമാനിച്ചിട്ടില്ല ഞാൻ. അവനൊരു ബീഡി കത്തിച്ചു. പകൽ പോയി. സന്ധ്യ വന്നപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. യദുരാമൻ വീടിന് നേർക്ക് നോക്കി. വല്ലാത്ത നിശബ്ദത. ഒരിക്കൽ തങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടെ കഴിഞ്ഞ വീടാണിത്. മമ്മിയും ഋഷിയും നിത്യമോളും എവിടെയായിരിക്കും? വിനയയെ ഒന്ന് കാണണം, വിശേഷങ്ങൾ അറിയണം. ആരോ അങ്ങോട്ട് വന്നു. യദുരാമൻ സൂക്ഷിച്ചു നോക്കി. പിടികിട്ടിയില്ല. ഞാനാ യദു, അലക്സാണ്ടർ, അയാൾ പറഞ്ഞു. തെക്കേ വീട്ടിലെ അലക്സാണ്ടർ. അയാൾക്ക് ഒത്തിരി പ്രായമായതുപോലെ. അവന്റെ അരികിൽ അയാളും ഇരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പേടിച്ച് ഈ വീട്ടിലേക്ക് ഞങ്ങളാരും വന്നിരുന്നില്ല. ഇനി അത് വേണ്ട, ഞങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. യദുരാമൻ വെറുതെ ചിരിച്ചു. കുറെ നേരം കഴിഞ്ഞ് അവനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായി അയാൾ വിളിച്ചു കൊണ്ടുപോയി. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ലിസിയമ്മ പറഞ്ഞു. ഇനി യദുരാമന് എന്നും ആഹാരം ഇവിടെ നിന്നാവാം. അത് വേണ്ട ലിസിയമ്മാമേ, അത് ശരിയാകത്തില്ല. അവൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കി ലിസിയമ്മയും അലക്സാണ്ടറും നിന്നു. രാത്രി പിന്നെയും കനത്തു. മണപ്പള്ളിക്ക് വടക്ക് ഒരു സംഘം ആളുകൾ ഒത്തുകൂടി. കശുമാവിൻ തോപ്പായിരുന്നു അവര് അതിനായി തിരഞ്ഞെടുത്തത്. എല്ലാവിധ ആയുധങ്ങളുമായി കാത്തിരിക്കുകയാണവർ. ഒരാൾ കൂടി എത്തിച്ചേർന്നാൽ നേരെ യദുരാമന്റെ വീട്ടിലേക്ക്. നാളെ നേരം പുലരുമ്പോൾ യദുരാമന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന മണപ്പള്ളിക്കാർ കാണേണ്ടത് അവന്റെ തിരിച്ചറിയാനാവാത്ത ശവശരീരമാവണം. മോനായി ചായനെ കാണുന്നില്ലല്ലോ, ആരോ പിറുപിറുത്തു. മോനായി കൂടി വന്നിട്ടേ പോകാവൂ എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. അപ്പോൾ അത്താഴവും കഴിച്ച് ഒരു ടോർച്ചുമായി വീടിന് പുറത്തേക്കിറങ്ങുകയായിരുന്നു മോനായി. എടി, വാതിലടച്ചേര്, ഭാര്യയോട് വിളിച്ചു പറഞ്ഞു. അവർ വന്ന് വാതിലടച്ചു. നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് മെയിൻ ഫ്യൂസുകൾ ഊരിയിരിക്കുകയാണ്. എങ്ങും കനത്ത അന്ധകാരം. റോഡിലൂടെ ടോർച്ച് മിന്നിച്ച് മോനായി നടന്നു. അല്പം ചെന്നപ്പോൾ റോഡിൽ ഒരു വാഹനം കിടക്കുന്നത് കണ്ടു. മോനായി അതിലേക്ക് ടോർച്ചടിച്ചു നോക്കി. വെളുത്ത ടാറ്റ സുമോ. അയാൾ അതിനെ കടന്ന് മുന്നോട്ടു പോകാൻ ഭാവിച്ചപ്പോഴേക്കും സുമോയ്ക്കുള്ളിൽ നിന്നും ഒരു വിളി കേട്ടു. മോനായി നേതാവല്ലേ അത്, ഒന്ന് നിന്നാട്ടെ. അയാൾ നിന്നതും ഒരു സംഘം ആളുകൾ ചുറ്റും നിരന്നു. മോനായി ഭയന്നുപോയി. നിങ്ങളാരാ? പറയാമെന്നേ. യദുരാമനെ തല്ലാൻ പോകുകയല്ലേ? വീണ്ടും ചോദ്യം. മോനായിക്ക് അപകടം മണത്തു. അയാൾ മുന്നോട്ട് കുതിച്ചു. പക്ഷേ പിന്നിൽ നിന്ന് ഷർട്ടിന് പിടിവീണു. അങ്ങനെയങ്ങ് പോയാലോ മോനായി? അവർ അയാളെ എടുത്ത് സുമോയ്ക്കുള്ളിലിട്ടു. അവരും കയറി. അതിന്റെ ഹെഡ്ലൈറ്റുകൾ തീക്കണ്ണുകളായി ഇരുളിന്റെ മാറു പിളർന്നു. വന്യമായൊരു മുരൾച്ചയോടെ അത് പാഞ്ഞുപോയി. നിലവിളിക്കാനാഞ്ഞ മോനായിയുടെ വായിലേക്ക് തുണി തിരുകപ്പെട്ടു. അധ്യായം 37. വിജനമായ ഒരു സെമിത്തേരിയുടെ കവാടത്തിൽ ചെന്നാണ് ടാറ്റ സുമോ നിന്നത്. അതിൽ നിന്നും അവർ മോനായിയെ വലിച്ചിറക്കി. പേടിയോടെ അയാൾ ചുറ്റും നോക്കി. കർത്താവേ, സെമിത്തേരി. എന്താ മോനായി, പേടി തോന്നുന്നുണ്ടോ? അവരിൽ ഒരാൾ തിരക്കി. പണ്ട് ഇവിടെ ഇട്ട നിങ്ങളുടെ പാർട്ടിക്കാര് അന്നത്തെ CI അനിരുദ്ധന്റെ കൈകൾ തല്ലിച്ചതച്ചത്. അക്കൂട്ടത്തിൽ മോനായും ഉണ്ടായിരുന്നു അല്ലേ? മോനായി പേടിയോടെ ഉമിനീരിറക്കി. ആണിയും ചുറ്റികയും ഇങ്ങെടുക്ക്. ആദ്യം നമുക്കിവനെ കല്ലറയിൽ തറയ്ക്കാം, അതിനുശേഷം ബാക്കി. അയ്യോ, എന്നെ ഉപദ്രവിക്കല്ലേ. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വസിക്കാം, ഞാൻ വാക്ക് മാറത്തില്ല. നാളെ താൻ പാർട്ടി സ്ഥാനം രാജിവെക്കണം. വെക്കാം. അല്ലെങ്കിൽ തന്റെ ഭാര്യയും മകളെയും
ഞങ്ങള് പൊക്കയെടുത്തോണ്ടെങ്കി പോരും. എന്തിനാന്ന് അറിയാമല്ലോ. ഞാൻ രാജിവെക്കാമേ. ശരി ശരി. അവരിൽ നേതാവെന്ന് തോന്നിക്കുന്നവൻ മോനായിയുടെ അടുത്തെത്തി. രാത്രിയിൽ അവർ നടത്താനിരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഇനി ഞങ്ങൾ പറയുന്നത് പോലെ ഈ രാത്രി ചെയ്യണം. അവൻ അയാളെ പിടിച്ചുയർത്തി തൊണ്ടക്കുഴിയിൽ വിരൽ ഒന്നമർത്തി. മോനായിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദമുയർന്നു. അയാൾ വിരൽ പിൻവലിച്ചിട്ട് മോനായിയുടെ ഷർട്ടിന്റെ കോളർ നേരെ വെച്ച് കൊടുത്തു. പോകാം. എല്ലാവരും സുമോയിൽ കയറി. അപ്പോൾ കശുമാവിൻ തോപ്പിൽ ബാക്കിയുള്ളവർ അസ്വസ്ഥരായി കഴിഞ്ഞിരുന്നു. സമയം കടന്നുപോയി. പറങ്കിമാവിൻ തോപ്പിൽ കരിയിലകൾ അനങ്ങി. ആരാ? അവർ ചാടി എഴുന്നേറ്റു. ഞാനാ. മോനായിയുടെ ശബ്ദം. എന്താ താമസിച്ചത്? അതൊക്കെ പിന്നെ പറയാം, ഇപ്പോ വാ. മോനായിയുടെ പിന്നാലെ അവർ നടന്നു, ഇടുങ്ങിയ വഴിയിലൂടെ. നമുക്ക് നേരെയുള്ള വഴിയെ പോയാൽ പോരെ? വെറുതെ ഈ വഴി പോണോ? ആരോ പിറുപിറുക്കുന്നത് കേട്ടിട്ടും മോനായി മിണ്ടിയില്ല. ഹൃദയത്തിനുള്ളിൽ പെരുമ്പറയുടെ മുഴക്കം അയാൾക്ക് കേൾക്കാമായിരുന്നു. കശുമാവിൻ തോപ്പിന് 100 മീറ്റർ അകലെ എത്തിയപ്പോൾ വഴി കുറെ കൂടി സുഗമമായി. അവിടെ ഇരുവശത്തേക്കും പൂവരശുകൾ വേലിയായി വെച്ച് പിടിപ്പിച്ചിരുന്നു. പെട്ടെന്ന് വേലികൾക്കിടയിലൂടെ ഒരു കൂട്ടം ആളുകൾ മോനായിയുടെ സംഘത്തിന്മേൽ ചാടി വീണു. അതേ നിമിഷം അടിയും തുടങ്ങി. മോനായി ഒറ്റയോട്ടം. നല്ല ആയുധങ്ങളും കരുതലും ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ ഗുണ്ടകൾക്ക് അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇരുമ്പ് വടി പോലെയുള്ള എന്തോ കൊണ്ട് ശക്തമായ താടനങ്ങൾ ഏറ്റപ്പോൾ അവർ നിലവിളിച്ചു പോയി. കഷ്ടിച്ച് 5 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. വേലികൾക്കിടയിലൂടെ ചാടി വീണ ആ സംഘം ആ വഴി തന്നെ മറഞ്ഞു. അപ്പോൾ ഇടവഴിയിൽ അടിയേറ്റ് കിടന്ന് പുളയുകയായിരുന്നു രാഷ്ട്രീയ ഗുണ്ടകൾ. പിറ്റേന്ന് രാവിലെ തന്നെ മണപ്പള്ളി മുഴുവൻ വാർത്ത പരന്നു. യദുരാമനെ ആക്രമിക്കുവാൻ പോയ 22 പേർ അടിയേറ്റ് കയ്യും കാലും തലയും പിളർന്ന് ആശുപത്രിയിൽ. മോനായി രാവിലെ തന്നെ പാർട്ടിയിലെ തന്റെ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ച് പാർട്ടി വിട്ടു. സകലർക്കും അമ്പരപ്പായിരുന്നു. തെക്കേ വീട്ടിലെ അലക്സാണ്ടർ വന്ന് പറഞ്ഞപ്പോഴാണ് യദുരാമൻ വിവരങ്ങൾ അറിയുന്നത്. വിശ്വാസം വരാതെ അവൻ പറഞ്ഞു, സത്യത്തിൽ എനിക്കതിൽ യാതൊരു മനസ്സറിവുമില്ല അലക്സച്ചായ. മറ്റാരെങ്കിലും രാഷ്ട്രീയ വൈരം തീർത്തതായിരിക്കും. അലക്സാണ്ടർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ യദുരാമന് തോന്നി. എന്തായാലും കാര്യം നന്നായി യദുരാമ. ഇന്നലെ പാർട്ടി ഓഫീസ്, ഇന്നാ പാർട്ടി ഗുണ്ടകൾ. അണികളെ കാണാൻ ആഭ്യന്തരമന്ത്രി പങ്കജാക്ഷൻ നേരിട്ട് എഴുന്നള്ളുന്നു പോലും. അലക്സാണ്ടർ അത് പറഞ്ഞപ്പോൾ യദുരാമൻ ഒന്ന് പിടഞ്ഞുണർന്നു. അവന്റെ കണ്ണുകളിൽ ക്രൗര്യം തിങ്ങി. അലക്സാണ്ടർ പറഞ്ഞത് ശരിയായിരുന്നു. ഉച്ചയ്ക്ക് 12:30 ആഭ്യന്തരമന്ത്രി ജില്ലാ ഹോസ്പിറ്റലിന് മുന്നിൽ വന്നു നിന്നു. ആശുപത്രിയാണ് എന്നത് മറന്ന് ചില അനുയായികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി. മന്ത്രിയുടെ ഒപ്പം വാവച്ചനും ഗോപിനാഥും ഹരിലാലും ഉണ്ടായിരുന്നു. അനുയായികൾക്കിടയിലൂടെ അവർ ആശുപത്രിക്കുള്ളിലേക്ക് കയറി. 8-ാം വാർഡിൽ ഭൂരിഭാഗവും മർദ്ദനമേറ്റ പാർട്ടിക്കാരായിരുന്നു. കൈയൊടിഞ്ഞവർ, കാലൊടിഞ്ഞവർ, തലയ്ക്ക് അടിയേറ്റവർ, പുറത്ത് വെട്ടുകൊണ്ടവർ എന്ന് വേണ്ട എല്ലാവർക്കുമുണ്ട് വെച്ചുകെട്ടലുകളും മറ്റും. മന്ത്രിയും ത്രിമൂർത്തികളും എല്ലാം നോക്കിക്കണ്ടു. തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരനുഭവം എന്ന് അവർക്ക് തോന്നി. യദുരാമനെ ഉടനെ കസ്റ്റഡിയിലെടുക്കാൻ മന്ത്രി SP-ക്ക് ഓർഡർ കൊടുത്തു. പിന്നെ പാർട്ടിക്കാരെ ആശ്വസിപ്പിച്ച് TBയിലേക്ക് പോയി. TBയിലെ അടച്ചിട്ട മുറിയിൽ മന്ത്രിയും ത്രിമൂർത്തികളും ചേർന്ന് പല തന്ത്രങ്ങളും ആലോചിച്ചു. ഉച്ചയ്ക്ക് മണപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് യദുരാമൻ ഭക്ഷണം കഴിച്ചത്. ഒരു നേതാവിനെ പൊതിയുന്നതിന്റെ ഇരട്ടി ആളുകൾ അവന് ചുറ്റും കൂടി. എന്തു വന്നാലും തങ്ങൾ പിന്നിലുണ്ട് എന്നാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. എല്ലാം കേട്ട് യദുരാമൻ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ആ നേരത്ത് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ രാത്രിയിൽ അകാരണമായി ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകരെ കൊല്ലാക്കൊല ചെയ്ത കിരാതന്മാർക്കെതിരെ എത്രയും വേഗം നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ കടകളടച്ചും വാഹനങ്ങൾ ഓടിക്കാതെയും ഹർത്താൽ ആചരിക്കണമെന്ന് എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. യദുരാമൻ ആ അനൗൺസ്മെന്റ് വാഹനത്തിലേക്ക് നോക്കി. കറുത്ത് മെല്ലിച്ച ഒരു ചെറുക്കനാണ് അനൗൺസ് ചെയ്യുന്നത്. ഇതെന്നാ ഇടപാടാ? മുൻകൂട്ടി പറയാതൊരു ഹർത്താല്? ഓട്ടോ ഡ്രൈവർ രാജീവ് പിറുപിറുത്തു. പുറത്തിറക്കി വെച്ച സാധനങ്ങള് കടയ്ക്കകത്ത് പെറുക്കി വെക്കാൻ തന്നെ 2 മണിക്കൂർ എടുക്കും. മറ്റൊരാൾ രോഷം കൊണ്ടു. യദുരാമൻ അയാളെ സൂക്ഷിച്ചു നോക്കി. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അതൊന്നും വേണ്ടി വരില്ല. നിൽക്കാമോ? അവന്റെ ചുറ്റും നിന്നവർ വീർപ്പടക്കി. അവൻ ആ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കി. പരസ്പരം നോക്കി. ഞങ്ങൾ തയ്യാറാ. പക്ഷേ യദുരാമനും ഞങ്ങളുടെ കൂടെ നിൽക്കണം.
വാറുവാസു പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. അവിടെ ഒറ്റ കട പോലും അടഞ്ഞില്ല. ഒറ്റ വാഹനം പോലും ഓടാതിരുന്നില്ല. അനൗൺസ്മെന്റ് ജീപ്പ് തിരികെ വന്നു. എത്രയും വേഗം കടകളടയ്ക്കുവാൻ പാർട്ടി ആഹ്വാനം ചെയ്യുന്നു. യദുരാമൻ ജീപ്പിന് മുന്നിലേക്ക് ചെന്ന് അത് നിർത്താൻ ആംഗ്യം കാണിച്ചു. ഡ്രൈവർ ബ്രേക്കിട്ടു. ആളുകൾ വളഞ്ഞു. മൈക്ക് ഓഫ് ചെയ്യടാ, യദുരാമന്റെ കൽപ്പന. ഓപ്പറേറ്റർ അനുസരിച്ചു. ജീപ്പിൽ ഉണ്ടായിരുന്നവരോട് യദുരാമൻ പറഞ്ഞു, ഏതു പാർട്ടിക്കാർ പറഞ്ഞാലും മണപ്പള്ളിക്കാർ ഹർത്താൽ ആചരിക്കുന്നില്ല. ഇനി ഇക്കാര്യം പറഞ്ഞോണ്ട് ഈ വഴി വന്നാൽ ആദ്യം കത്തുന്നത് മൈക്ക് സെറ്റ്, പിന്നെ ജീപ്പ്. പോടാ പോ. ഇനി മൈക്കിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്. അവൻ മുന്നിൽ നിന്ന് മാറിയതും ഡ്രൈവർ ജീപ്പ് പറപ്പിച്ചു വിട്ടു. ആളുകൾ കൂകി വിളിച്ചു. വാർത്താ ത്രിമൂർത്തികൾ അറിഞ്ഞു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. MLA ഹരിലാൽ വാവച്ചനെയും ഗോപിനാഥിനെയും നോക്കി. മണപ്പള്ളിയിൽ ഹർത്താൽ നടക്കണം. അതിന് ആദ്യം യദുരാമനെ അവിടെ നിന്നും മാറ്റണം, ഗോപിനാഥ് പറഞ്ഞു. ഹരിലാൽ SP ഓഫീസിലേക്ക് വിളിച്ചു. യദുരാമനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിനെ അയച്ചിട്ടുണ്ടെന്ന് മറുപടി കിട്ടി. മൂവർക്കും സന്തോഷമായി. അപ്പോൾ മണപ്പള്ളിയിലേക്ക് ഇരമ്പിപ്പാഞ്ഞ് 2 പോലീസ് വാഹനങ്ങൾ വന്നു. ഒരു ജീപ്പും ഒരു വാനും. പ്രോഗ്രസീവ് ക്ലബിനരികിൽ ഇരിക്കുകയായിരുന്ന യദുരാമന്റെ അരികിൽ ധാരാളം ആളുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങൾ കണ്ടപ്പോൾ അവരുടെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിൽ നിന്ന് CIയും SIയും പോലീസുകാരും ഇറങ്ങി. വാനിൽ നിന്ന് ആയുധമേന്തിയ മറ്റൊരു ഗ്രൂപ്പ്. ആളുകൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. CI വിശ്വനാഥൻ യദുരാമനെ തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു. യദുരാമനും എഴുന്നേറ്റു. ശാന്തത ഭാവിച്ച് വിശ്വനാഥൻ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ യദുരാമനെ കൊണ്ടുപോകുവാൻ വന്നതാണ്. ഇല്ല, അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ജനം ഒറ്റക്കെട്ടായി. വിശ്വനാഥൻ ചിരിച്ചു. നിങ്ങളുടെ സമ്മതമൊന്നും ഞങ്ങൾക്ക് വേണ്ട. നോക്ക്, ആയുധമേന്തിയ പോലീസ്. നിങ്ങളിൽ ചിലരെ കൊല്ലേണ്ടി വന്നാലും ഞാൻ ഇവനെ കൊണ്ടുപോകും. എന്നാൽ അത് തന്നെ കാണട്ടെ പോലീസെ, ഗ്രഹപ്പിഴ തങ്കപ്പൻ ആളുകൾക്കിടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യദുരാമൻ ആളുകൾക്കിടയിലൂടെ മുന്നിലേക്ക് ചെന്നു. എന്താ സർക്കിൾ ഇൻസ്പെക്ടറെ, എന്റെ പേരിലുള്ള ചാർജ്? ഇന്നലെ നിങ്ങൾ ഒരു സംഘം പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ചു. പൊട്ടിച്ചിരിച്ചുപോയി യദുരാമൻ. കൊള്ളാം, 10-25 പേരെ ഞാൻ ഒറ്റയ്ക്ക് ആ പരവമാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും ഈ നിൽക്കുന്ന ആളുകളും കൂടെ നോക്കിയാൽ ഒറ്റ പോലീസിനെയും ഇവിടെ നിന്നും തിരിച്ചു പോകുമോ? ആളുകളിൽ നിന്ന് ഒരാരവം ഉണ്ടായി. CI ഉമിനീരിറക്കി. യദുരാമൻ തുടർന്നു. പക്ഷേ ഞാൻ കാരണം നിരപരാധികൾ തല്ലുകൊള്ളരുത്. ഞാൻ നിങ്ങളുടെ കൂടെ വരാം. വേണ്ടയതു പോകരുത്. ഒത്തിരി കണ്ഠങ്ങളിൽ നിന്നും ആ ശബ്ദമുയർന്നു. പോലീസ് ചതിക്കും. അവൻ കൈ ഉയർത്തി. പേടിക്കേണ്ട നിങ്ങൾ, ഞാൻ വരും. ഇതുപോലെ തന്നെ. പാർട്ടിക്കാരെ ഞാൻ ആക്രമിച്ചുവെന്ന് ദൈവത്തിന് പോലും തെളിയിക്കാൻ കഴിയില്ല. ആളുകൾ സ്തബ്ധരായി നിൽക്കെ അവൻ ചെന്ന് ജീപ്പിൽ കയറി. SI സക്കറിയാസിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങൾ തിരികെ പാഞ്ഞു. പോലീസ് സ്റ്റേഷൻ. യദുരാമനെ അകത്തേക്ക് കയറ്റിയതും CIയുടെ മട്ടുമാറി. കഴിവറുടെ മോനെ, മണപ്പള്ളിയിലെ ചില തെണ്ടുകൾ പിന്നിലുണ്ടെന്ന് കരുതി കളിക്കാമെന്ന് നീ തീരുമാനിച്ചു അല്ലേടാ? ഇനി നീ മണപ്പള്ളി കാണത്തില്ലടാ. ഈ വിശ്വനാഥന പറയുന്നത്. CI അവനെ പിടിച്ചു തള്ളി. അവൻ വേച്ചുപോയി. ഇൻസ്പെക്ടർ. വെട്ടിത്തിരിഞ്ഞ് അവൻ കൈ ചൂണ്ടി. വേണ്ട. ആഹാ, നിന്നെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകാൻ പോലും ഒരു പട്ടിയും ഇവിടെ വരത്തില്ലടാ. കൈ ചുരുട്ടി വിശ്വനാഥൻ മുന്നോട്ട് നീങ്ങി. നടക്കില്ല ഇൻസ്പെക്ടർ. യദുരാമനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ വന്നു കഴിഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്നും ചാട്ടുളി പോലെ ഒരു സ്ത്രീ ശബ്ദം. വിശ്വനാഥൻ ഞെട്ടിത്തിരിഞ്ഞു. ബാക്കി ഭാഗം നാളെ.